ഈ കുടുംബത്തിൽ ഒരവകാശമില്ലാത്ത ഞാൻ ഈ കുടുംബത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നു. അതുതന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണവും. എപ്പോഴും പറയുന്ന പോലെ അല്ല നിധി. പോണം, എല്ലാം വിട്ടെറിഞ്ഞ് ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ നിറങ്ങണം. അതാണ് നല്ലത്. ആ തീരുമാനം വളരെ നല്ലതാണ്. അത് നടപ്പാക്കാൻ ഞാനും ഗൗതമിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഗൗതം അംഗീകരിച്ചു തരണം. നമ്മൾ ഈ വീട് വിട്ടിറങ്ങും. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ ജീവിക്കും. പുതിയ ബിസിനസ്സിന് ശ്രമിക്കും. ശരിയല്ലേ? ശരിയാണ്. ഇതിനിടയിൽ ഇവിടെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇനിയും നെഞ്ചുവേദന വന്നൂന്നിരിക്കും. അതാരെങ്കിലും വിളിച്ചറിയിച്ചാൽ ഉടനെ അമ്മയെ കാണണമെന്നും പറഞ്ഞ് ഗൗതം പോവാൻ പാടില്ല. അച്ഛനും പ്രായമായി വരികയല്ലേ. ഒരുപാട് അസുഖങ്ങളുണ്ട് താനും. ഒരാപത്ത് വന്ന ആശുപത്രിയിൽ കിടന്ന് ഈ മോനെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഗൗതമിനെ ഞാൻ വിടില്ല. ചിലപ്പോ ഞാനും ഗൗതമും കൂടി റോഡിലൂടെ നടക്കുമ്പോൾ പ്രണവിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടുവെന്ന് വരും. അവനെ നടു റോഡിലിട്ട് തല്ലി ചതയ്ക്കുമായിരിക്കും. ഒന്ന് തിരിഞ്ഞു പോലും ഗൗതം നോക്കാൻ പാടില്ല. അവന് അവിടെ കിടന്ന് ഒടുങ്ങട്ടെ എന്ന് വെക്കണം. ഈശ്വരമംഗലം കമ്പനിയുടെ നിയന്ത്രണം പോകുന്നത് വസുന്ധരാന്റിയുടെയും പ്രണവിന്റെയും കൈകളിലേക്കായിരിക്കും. പിന്നെ ശിവാനിയുടെ സ്വന്തം ബിസിനസ്സിൽ നിന്നുപോലും കമ്മീഷൻ പറ്റാൻ മടിയില്ലാത്ത വസുന്ധരാന്റി ചിലപ്പോ ആ പ്രസ്ഥാനം തന്നെ മറച്ചു വിറ്റൂന്നിരിക്കും. അറിഞ്ഞാലും അനങ്ങരുത്. തീർന്നില്ല. പിന്നെ പ്രണവിന്റെ കാര്യം. അവന്റെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് എന്നേക്കാൾ നന്നായി ഗൗതമിനറിയാം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തകർന്ന് തറപറ്റാൻ അതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഗൗതം ചോരയും വിയർപ്പും കൊടുത്ത് വളർത്തി വലുതാക്കിയ ആ പ്രസ്ഥാനം മണ്ണോടടിയുമ്പോഴും കൈയും കെട്ടി ചുമ്മാ നോക്കി നിൽക്കണം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ 100% ഉറപ്പോടെ പാലിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഇവിടെ നിറങ്ങാം. എന്തുപറ്റി? ഒരു മറുപടി പറയാൻ പറ്റുന്നില്ലേ ഗൗതമിന്? ഇങ്ങനെയൊന്നും ആവാൻ ഗൗതമിന് പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഒന്നും ഉപേക്ഷിച്ച് എങ്ങോട്ടും ഒളിച്ചോടാൻ പറ്റില്ല ഗൗതമിന്. അമ്മയ്ക്കോ അച്ഛനോ പ്രണവിനോ ഒരാപത്തെന്നറിഞ്ഞ് ഓടിയെത്താതിരിക്കാൻ പറ്റുമോ ഗൗതമിന്? ഈശ്വരമംഗലം തകർന്നു വീഴുന്നത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? CKCയുടെ ജാമ്യമല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ ഗൗതം, അതോടെ അയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. അയാൾ ഇനി വിചാരണ നേരിടേണ്ടവനാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നോക്ക് ഗൗതം, നമ്മൾ നേടിയ ഒട്ടനവധി വിജയങ്ങളുണ്ട്. അന്നൊക്കെ പരാജയപ്പെട്ടവരാണ് CKCയും ജ്യോതിർമയും. അതിന്റെ ഇടയിലിപ്പോ അവർക്ക് കിട്ടിയ ചെറിയൊരാശ്വാസം. നമ്മുടെ ആവട്ടെ വളരെ ചെറിയൊരു തോൽവി. അതിന്റെ പേരിൽ തളരണോ? നമ്മൾ തകരണോ? CKC ഇന്നും തന്ത്രങ്ങൾക്കുമേൽ കുതന്ത്രങ്ങൾ പണിഞ്ഞ് ഗൗതമിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കും. അത് അയാളുടെ ഒരു മിടുക്ക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ബിസിനസ്സിൽ ഗൗതമിന്റെ ശ്രദ്ധ കുറയ്ക്കാൻ. ഒറ്റ കാര്യമേ ഞാൻ പറയൂ. CKCയുടെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അത് തകരാനാണ് ഗൗതവും ആഗ്രഹിക്കുന്നതെങ്കിൽ നിരാശപ്പെടാം. എല്ലാം ഉപേക്ഷിക്കാം. അതല്ല, ഈ കുടുംബവും കുടുംബത്തിന്റെ ബിസിനസ്സും എന്നും ഉയരങ്ങളിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ തുടരാം. വാ ഗൗതം, എല്ലാം ശരിയാവും. വാ. അയ്യോ, എന്നാലും ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിട്ടും ഈ ദിവസം വരെയും എന്നോട് പറയാതെ നീ മറച്ചു വെച്ചല്ലോടി മോളെ. എന്റെ പൊന്നമ്മേ, ഞാൻ മറച്ചു വെച്ചതൊന്നും അല്ല. എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു ഞാൻ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈശ്വരമംഗലത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം ഇപ്പൊ പ്രണവിന്റെ പേരിലായി അല്ലേ? അതേമ്മേ, സ്വത്തും ബിസിനസ്സും മാത്രമല്ല, ബാങ്ക് അക്കൗണ്ടുകൾക്ക് പോലും അവകാശിയാവുന്നത് ഇനി പ്രണവായിരിക്കും. എന്റെ പൊന്നോ, എനിക്ക് സന്തോഷം സഹിക്കാനേ പറ്റുന്നില്ല. എല്ലാം പ്രണവിന്റെ പേരിലായി എന്ന് പറഞ്ഞാ ഇപ്പൊ നീ ആരാ? നീ
നീയല്ലേ പെണ്ണെ ഇനി ഈശ്വരമംഗലത്തെ സർവ്വ സ്വത്തുക്കളും കയ്യിൽ വെച്ച് അനുഭവിക്കാൻ പോകുന്നേ. ആ, അല്ലടി മോളെ, ഇപ്പൊ ആ ഗൗതം നിധി എവിടെയുണ്ട്? ആ, അവര് വേറെ എവിടെ പോവാന്? ഈശ്വരമംഗലത്ത് തന്നെ കെട്ടിക്കിടപ്പുണ്ട് രണ്ടെണ്ണം.